ഞാനായിട്ട് ഡിസ്കഷൻ ഒന്നും വേണ്ട. പക്ഷെ തീർച്ചയായിട്ടും അവരെ പ്രൊജക്ട് സംഭവിക്കുന്നതുകൊണ്ട് തന്നെ അത് അതിന്റെ ഒരു വിഷയം അവർ തന്നെ ചെയ്യേണ്ടതല്ലേ. ഇതിപ്പോ ഞാൻ ബേസിൽ വിളിച്ചു വന്നാൽ അതൊരു തമാശയാണ്. അത് ഈ കല്യാണ മുടക്കികൾ പറയുന്ന തമാശയാണ്. അപ്പൊ അതിന്റെ ടെക്നിക്കലി എന്ന് പറഞ്ഞാണ് ഇപ്പൊ ചായക്കടയിൽ ചെന്ന് ഞാനൊന്നും പറയാനില്ല, എന്ന് പറയാൻ ആ തമാശ ഓർമ്മിച്ചാണ്. അവരാണ് തീട്ടോട്ടിലാണ് അവരൊരു പഠിച്ചിന്റെ പറയുന്നത്. എല്ലാവരും വർക്കൗട്ട് വായിക്കാം. അത് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണ് അതിന്റെ ആ ഒരു സീക്രസി അവർക്ക് സൂക്ഷിക്കുന്നതുകൊണ്ടാണ്. അപ്പോ തീർച്ചയായിട്ടും ആ സീക്രസി അല്ലെങ്കിൽ ആ സൂക്ഷിക്കും നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയും വേണം പോലീസുകാരെ നമ്മൾ ആരുടെയെങ്കിലും. ഈ ആക്ടർ ഡേവിഡ് വന്നിട്ട് പറയുന്നത് ഒരു ഡിസ്ക്രിപ്ഷൻ പറയുന്ന ഒരു ഫീൽ പറയുന്നതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. താങ്കൾ മെഡിക്കൽ റിപ്പോർട്ടോ താൻ പറയുന്ന ഫീൽ ചെയ്യുന്നത് അല്ല മെഡിക്കൽ റിപ്പോർട്ട് പോസ്റ്റ് ചെയ്യുന്ന ആണെന്നോ അല്ലെങ്കിൽ അവർക്ക് ഫീൽ ഇല്ലാത്തതൊന്നും നമ്മളോട് ഉദ്ദേശിച്ചിട്ടില്ല. ആ ക്യാരക്ടർ സംസാരിക്കുന്ന ഭാഷയാണ്, അത് എന്റെ ഭാഷയല്ല. ഓരോ ക്യാരക്ടർ സംസാരിക്കുന്ന ഡേവിഡ് പടിക്കൽ സംസാരിക്കുന്ന ഡേവിഡ് പടിക്കലിന്റെ ഭാഷയും ലെനിൻ സംസാരിക്കുന്ന ലെനിന്റെ ഭാഷയും പി കെ സംസാരിക്കുന്ന പി കെയുടെ ഭാഷയാണ്. അപ്പൊ അങ്ങനെ വരുത്താനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഇതൊന്നും നമ്മളാരും ഉദ്ദേശിച്ചിട്ടോ നമ്മുടെ ആരുടെ പൊളിറ്റിക്സോ ഒന്നുമല്ല. അത് ആ രീതിയിൽ തന്നെ എൻജോയ് എല്ലാവരും കാണാൻ ശ്രമിക്കുള്ളൂ. കഥാപാത്രം ഞാൻ കാർത്തിക കഥാപാത്രം എന്ന് പറയാൻ അറിയില്ല. എനിക്ക് അത് 3 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉള്ള കാരണം കൊണ്ട് തന്നെ ഞാനതൊരു ഭയങ്കര ഡയറക്ടറായിട്ടുള്ള ഭയങ്കര പറയാൻ എനിക്ക് ഇപ്പൊ നമ്മള് വലിയ വലിയ ആളുകളൊക്കെ കമലഹാസൻ അടക്കമുള്ള ആളുകളൊക്കെ ചെയ്യുന്നതാണ് 3 വേഷം ഒരു സിനിമയിൽ തന്നെ. അതൊക്കെ ഞാൻ ചെയ്ത ശരിയാകുമ്പോൾ എന്നൊക്കെയാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. പക്ഷെ അവരെങ്കിലും ട്രസ്റ്റ് ചെയ്യുകയും ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് കാര്യമായി തന്നെ എടുക്കുകയും ചെയ്ത് സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് 3 കാലഘട്ടങ്ങളിലായിട്ടത് അത്ര എന്താ പറയുക പ്രശ്നമില്ലാതെ വൃത്തിയായിട്ട് നമുക്കത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നത് ഞാൻ ഒന്നിനും ഒരു എന്താ പറയാ ഒരു അൾട്ടിമേറ്റ് ഇതായിരിക്കും അങ്ങനെയൊന്നുള്ള ഒരു അവകാശവാദങ്ങളില്ല. കാര്യം സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന എല്ലാ സിനിമകളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത് ഏറ്റവും നല്ല വിജയമായിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുക. ആ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോഴാണ് അതിന്റെ നമുക്ക് അതിന്റെ പൂർണ്ണമായിട്ടുള്ള റിസൾട്ട്. ആളുകളാണ് ബേസിക്കലി അങ്ങനെ എന്റർടൈൻ ആവുന്ന പ്രേക്ഷകർ ആളുകൾ കാണുകയും എൻജോയ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് നമ്മൾ സ്വപ്നം കണ്ടായിട്ട് സംഭവിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും അതിനെ ആളുകൾ കാത്തിരിക്കുന്നുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടി എന്ന് പറയുന്ന സമയം വലിയ സന്തോഷമുണ്ട്. അതിന് കുറച്ച് പോസ്റ്ററുകളും ഒരേ ഒരു ടീച്ചറും മാത്രമേ സിനിമ പുറത്തുവന്നിട്ടുള്ളൂ. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സിനിമ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അങ്ങനെ അങ്ങനത്തെ ഏതെങ്കിലും ഒരു രീതിയിൽ ഞാൻ ഒന്നിനെ കരുതാറില്ല. എല്ലാ സിനിമയും നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ സിനിമ കണ്ടിട്ടുള്ള പ്രേക്ഷകർ എന്ന് പറയുന്നു എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ്. അത് തന്നെയാണ് ഞാൻ ഡിഗ്രി ചെയ്യുന്നത്. സാധാരണ പ്രേക്ഷകരുടെ റെസ്പോൺസ് എന്താണെന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതും ഞാൻ സിനിമ റിലീസ് ആവുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് രീതിയിൽ പരീക്ഷയുടെ പേപ്പർ കിട്ടുന്നത് ഞാൻ ഇരിക്കുന്ന പോലെ തന്നെയാണ്. അത് വരുന്ന സമയത്തും ഞാൻ അതേ ഇതേ എക്സൈറ്റ്മെന്റുള്ളത് തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ ആ സിനിമ കുറച്ചുകൂടെ കൂടുതൽ ദിവസം ഷൂട്ട് ചെയ്യുകയും കുറച്ചുകൂടെ കൂടുതൽ ഫിസിക്കലി മെന്റലി ഒക്കെ ഫോട്ടോയിലുള്ള സിനിമയാണ്. അത് വളരെ ഭംഗിയായിട്ട് ഷേപ്പായിട്ട് വരുന്നത്. പക്ഷെ അവകാശവാദങ്ങളൊന്നുമില്ല. പടം നല്ല 3D ആണ്. അതിനകത്ത് കുറെ കഥയുണ്ട്. 3 കാലഘട്ടത്തിന്റെ കഥയുണ്ട്. കുറെ നല്ല പെർഫോമൻസസ് ഉണ്ടായിരിക്കും, കുറെ നല്ല മൊമെന്റ്സ് ഉണ്ടായിരിക്കും, ആക്ഷൻ ഉണ്ടായിരിക്കും, റൊമാൻസ് ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു സിനിമ എന്നുള്ളതിലേക്ക് ഇതിന്റെ ടോട്ടാലിറ്റി പ്രേക്ഷകരെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു അത്രത്തോളം സിനിമ വലിയ വിജയമാകും. അതുള്ള ആ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്.